വരാനിരിക്കുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് കോൺഗ്രസിന്റെ രഹസ്യ സർവേ റിപ്പോർട്ട്. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് സ്വകാര്യ ഏജൻസി ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ജില്ലകളിലെ ബിജെപിയുടെ വളർച്ച തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട്. പാർട്ടിയുടെ അടിത്തട്ടിലെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി പ്രാദേശിക സ്വാധീനമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഓരോ വാർഡിലെയും വീടുകളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ശേഖരിച്ച് വീടുകൾ കയറി ബന്ധങ്ങൾ ശക്തമാക്കാൻ KPCC തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കുടുംബ സംഗമങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. വാർഡിലെ ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ പേരും വിവരങ്ങളും ഉൾപ്പെടുത്തിയ കുടുംബ രജിസ്റ്റർ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടതുണ്ട്. വാർഡ് കമ്മിറ്റി അംഗങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ വീടുകളും സന്ദർശിക്കണം. വിവിധ സാമൂഹിക ഗ്രൂപ്പുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും താഴെത്തട്ടിൽ നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ പല ജില്ലകളിലും BJP വലിയ തോതിൽ വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ സംഘടനയ്ക്ക് സമീപകാലത്തുണ്ടായ ശക്തി വളരെ വലുതാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 2 കോർപ്പറേഷനിലും 400 ഗ്രാമപഞ്ചായത്തിലും 25 മുനിസിപ്പാലിറ്റികളിലും ഭരണം ലക്ഷ്യമിട്ട് BJP നിരവധി പദ്ധതികൾക്കാണ് ആസൂത്രണം നൽകുന്നത്. താഴെ തട്ടുവരെ പ്രവർത്തനം ശക്തമാക്കാൻ നേതൃയോഗം തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് RSS മേൽനോട്ടം വഹിക്കും. 15,000 വാർഡുകളിൽ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. വികസിത കേരളം എന്നാണ് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ മുദ്രാവാക്യം. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളിൽ അധികാരത്തിലെത്താമെന്നും കൊല്ലത്തും കോഴിക്കോട്ടും രണ്ടാമതെത്താമെന്നുമാണ് BJPയുടെ കണക്കുകൂട്ടൽ. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ കഴിയാവുന്നത്ര അംഗബലം കൂട്ടും. കുറഞ്ഞ സീറ്റിൽ ഭരണം നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും നേരിയ വോട്ടിൽ പരാജയപ്പെട്ട വാർഡുകളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് തീരുമാനം. ഓരോ പ്രദേശത്തെയും പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ സരൾ ആപ്പിൽ അപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്നതിനാൽ അതത് സമയം നേതൃത്വത്തിന് വിലയിരുത്താനാകും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ മുൻഗണന ഇത്തവണ നേതാക്കൾ നൽകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതല ജനറൽ സെക്രട്ടറി MT രമേശിനാണ്. 1200 തദ്ദേശ സ്ഥാപനങ്ങളിലായി 21,900 വാർഡുകളാണ് നിലവിലുള്ളത്. വാർഡ് വിഭജനം പൂർത്തിയാകുന്നതോടെ 23,612 ആകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെയാണ് ഇടതുമുന്നണിയും UDFും നിർണായകമായി കാണുന്നതെങ്കിൽ BJP അങ്ങനെയല്ല. BJPയുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരമാവധി ഇടങ്ങളിൽ നിന്ന് വിജയിച്ചു വരിക എന്നത് മാത്രമാണ്. പ്രാദേശികമായി ശക്തി ആർജിച്ച് സംസ്ഥാന ഭരണം പിരിച്ചെടുക്കുന്ന രീതിയാണ് പല സംസ്ഥാനങ്ങളിലും BJP അവലംബിച്ചിട്ടുള്ളത്. അതേ നിലയിൽ തന്നെയാണ് നിലവിൽ കേരളത്തിലെ പ്രവർത്തനങ്ങളും BJP ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രാദേശിക തലങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ BJP നടത്തുന്നുണ്ട്. ഇതിനെല്ലാം നിരീക്ഷിക്കുവാൻ കൃത്യമായും ക്രിയാത്മകവുമായുള്ള സംവിധാനവും സംഘടനയ്ക്ക് ഇന്നുണ്ട്. തിരുവനന്തപുരവും തൃശൂരും പാലക്കാടും ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടകളായ ജില്ലകളായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഈ ജില്ലകളിൽ കോൺഗ്രസുകാർ വ്യാപകമായി BJPയിലേക്ക് ചേക്കേറുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിനുള്ള അംഗബലത്തേക്കാൾ ഇരട്ടിയാണ് BJP അംഗങ്ങൾ. ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP അധികാരത്തിലേക്ക് വന്നാലും അതിശയിക്കാനില്ല. ഈ 3 ജില്ലകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് അത്രമേൽ തകർന്നു എന്ന് വേണം പറയുവാൻ. കോൺഗ്രസ് തകരുമ്പോൾ സ്വാഭാവികമായും ഈ ജില്ലകളിൽ ശക്തി ആർജിക്കുക BJP തന്നെയാണ്. കോൺഗ്രസിനെ തകർത്ത് BJP മുന്നേറുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിനും കടുത്ത ആശങ്കയുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ BJPക്കെതിരായ കോൺഗ്രസ് പ്രചരണം പ്രാദേശിക തലങ്ങളിൽ കൂടുതൽ ശക്തമാക്കുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്.